നമസ്കാരം. ഉത്തർപ്രദേശിലെ റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെക്കുറിച്ച് തമിഴ്നാട് ബിജെപിയുടെ അധ്യക്ഷനും കോയമ്പത്തൂരിലെ ബിജെപി സ്ഥാനാർത്ഥിയുമായിരുന്ന കെ അണ്ണാമലൈ നടത്തിയിരിക്കുന്ന ഒരു പ്രവചനം. അതാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിലെ ജനങ്ങളെ മാത്രമല്ല, മറിച്ച് അമേഠിയിലെ ജനങ്ങളെയും രാഹുൽ ഗാന്ധി കൈവിട്ടതിനാൽ തന്നെ റായ്ബറേലിയിലെ ജനങ്ങൾ ഇത്തവണ കോൺഗ്രസിനെ ഉറപ്പായും തള്ളിക്കളയും എന്ന പ്രവചനമാണ് അണ്ണാമലൈ നടത്തിയിരിക്കുന്നത്. 2004 മുതൽ 2019 വരെ രാഹുൽ ഗാന്ധി പ്രതിനിധീകരിച്ച മണ്ഡലമായിരുന്നു അമേഠി. പക്ഷേ 2019 ബിജെപി കൊടുങ്കാറ്റിൽ അവിടെ സ്മൃതി ഇറാനി വിജയം ഉറപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ സുരക്ഷിത മണ്ഡലം എന്ന് കരുതിയാണ് റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധി പോയിരിക്കുന്നത്. വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി ഓടിപ്പോയി. പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവിന് ധൈര്യമില്ലേ അമേഠിയിൽ മത്സരിക്കാൻ എന്നുകൂടി അണ്ണാമലൈ ചോദിക്കുന്നുണ്ട്. എന്തായാലും റായ്ബറേലിക്കാർ കൂടി ഇത്തവണ കോൺഗ്രസിനെ തള്ളും എന്നാണ് അണ്ണാമലൈ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, രണ്ടാം മണ്ഡലത്തിന്റെ കാര്യം, താൻ രണ്ടാമതൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുന്നുണ്ട് എന്ന കാര്യം രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലമായ വയനാട്ടിലെ ജനങ്ങളിൽ നിന്നും മനഃപൂർവ്വം മറച്ചു വെച്ചുവെന്നും 5 വർഷത്തിനിടെ വെറും 7 തവണ മാത്രമാണ് അദ്ദേഹം വയനാട് സന്ദർശിച്ചത് എന്നുകൂടി അണ്ണാമലൈ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ അണ്ണാമലൈയുടെ ഈ ബിഗ് പ്രഡിക്ഷൻ യാഥാർത്ഥ്യമാകുമോ എന്നുള്ള ചർച്ച ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ തമിഴ്നാട്ടിൽ ബിജെപി എന്ത് നേട്ടം കൊയ്യും എന്നതിന്റെ വിശകലന റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വരുന്നുമുണ്ട്. ബിജെപിക്ക് വലിയ പ്രതീക്ഷകളാണ് ഇക്കുറി തമിഴകത്തുള്ളത്. പ്രത്യേകിച്ചും അവർ AIADMKയിൽ നിന്നും വേർപെട്ടുകൊണ്ട് ഒറ്റയ്ക്കാണ് ഇത്തവണ മത്സര രംഗത്തുള്ളത്. ചെറു പാർട്ടികളെ മാത്രമാണ് കൂടെ കൂട്ടിയിരിക്കുന്നത്. ഇത്രയും നാളും AIADMKയുടെ തണലിലായിരുന്നു ബിജെപി എങ്കിൽ ഇത്തവണ ബിജെപി ഒറ്റയ്ക്ക് നിന്നാണ് പോരാടുന്നത്. എന്തായാലും നീലഗിരി, കോയമ്പത്തൂർ, കന്യാകുമാരി, തിരുനെൽവേലി, അതിനോടൊപ്പം തന്നെ ചെന്നൈ സൗത്ത് എന്നീ മണ്ഡലങ്ങളിലാണ് നിലവിൽ ബിജെപിക്ക് വിജയ സാധ്യതയുള്ളതായി പാർട്ടിയുടെ ആഭ്യന്തര വൃത്തങ്ങൾ കരുതുന്നത്. AIADMKയുടെ സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ ഇത്തവണ വലിയ തോതിൽ ബിജെപിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ കൂടിയുണ്ട്. ഈ ഒരു കാലാവസ്ഥ ബിജെപിക്ക് ഗുണം ചെയ്യുമെന്നുകൂടി പറയപ്പെടുന്നുണ്ട്. നിലവിൽ എന്തായാലും രാഹുൽ ഗാന്ധിയെ തന്നെ അണ്ണാമലൈ കടന്നാക്രമിച്ചതിന് പിന്നിലും ഈ കണക്കുകളിലെ ആത്മവിശ്വാസമാണ് എന്ന് തന്നെയാണ് പാർട്ടിയുടെ നേതൃത്വവും കണക്ക് കൂട്ടുന്നത്. ന്യൂസ് ഡെസ്ക് ഈസ് ഇന്ത്യ മലയാളം.